സൂര്യദേവൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്ന പുണ്യമുഹൂർത്തമാണ് കർക്കിടക സംക്രമം. ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ശ്രീഭഗവതിയെ കുടിയിരുത്തുന്ന ശുഭസമയം. ആ സമയത്ത് പൂജാമുറിയിൽ ദീപം തെളിയിക്കണം. രാമായണം പാരായണം, ദേവീപ്രീതികരമായ ഭഗവത് സേവ, മഹാഗണപതി ഹോമം എന്നിവയ്ക്ക് അത്യുത്തമമാണ് കർക്കിടകം. ഏത് ഭഗവത് ഭക്തിക്കും ഇരട്ടി ഫലം കിട്ടുന്ന പുണ്യമാസമാണ് കർക്കിടകം. പഞ്ഞമാസം അഥവാ രാമായണ മാസം എന്നും അറിയപ്പെടുന്നു. സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം. ഈ മാസത്തിൻ്റെ പേര് ചിലർ കർക്കിടകം എന്ന് തെറ്റായി ഉച്ചരിക്കുകയും പലയിടത്തും അങ്ങനെ രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ശരിയായ വാക്ക് കർക്കിടകം എന്നാണ്. കർക്കിടക സംക്രാന്തി മിഥുനമാസത്തിൻ്റെ അവസാനത്തിലാണ് ആചരിക്കുന്നത്. നമ്മുടെ വീടുകളിലെ മാറാലയും പൊടിയുമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി ചേട്ട അഥവാ മൂദേവിയെ പുറത്താക്കി ശ്രീഭഗവതിയെ അകത്ത് പ്രതിഷ്ഠിക്കുന്നു. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് കേരളീയർ. പഴയ പല ആചാരങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ. അങ്ങനെയുള്ള ആചാരങ്ങളിൽ ഒന്നാണ് കർക്കിടക സംക്രാന്തി ആഘോഷം. കേരളത്തിൽ തെക്കേ മലബാറിലാണ് ഇത് കൂടുതൽ ആചരിച്ചു വരുന്നത്. മിഥുനമാസത്തിൻ്റെ അവസാനത്തിലെ കർക്കിടക സംക്രമ ദിവസം സന്ധ്യാസമയത്താണ് ആഘോഷം നടക്കുക. സംക്രാന്തിക്ക് മുൻപായി വീടുകളിലെ മുറ്റത്തെ പുല്ലും ചെത്തി വൃത്തിയാക്കണം. കട്ടിലകൾ, ജനാലകൾ എന്നിവ കഴുകി വൃത്തിയാക്കണം. ചാണകവെള്ളം തെളിച്ച് വീടുകളും പരിസരങ്ങളും ശുദ്ധമാക്കണം. അതിനുശേഷം ചേട്ടയെ പുറത്താക്കണം. ഒരു കീറിയ പഴയ മുറത്തിൽ ചോറുകൊണ്ട് വെളുത്തതും കറുത്തതും മഞ്ഞയും നിറത്തിൽ 3 ഉരുളകൾ ഉണ്ടാക്കി വെക്കണം. എരിഞ്ഞില, കൂവയില, മെച്ചിങ്ങ, കുറ്റിച്ചൂല്, മൈലാഞ്ചി എന്നിവയും വെക്കണം. ചോറ് ഉരുളകളുടെ മുകളിലായി 3 തിരികൾ കത്തിച്ചു വെക്കണം. ഈ മുറം കയ്യിൽ വെച്ച് എല്ലാ മുറികളിലും കയറിയിറങ്ങണം. മൂദേവി പോ, ശീബോധി വാ എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടാകണം ഈ മുറികളിലെല്ലാം കയറിയിറങ്ങുന്നത്. അതിനുശേഷം വീടിനു ചുറ്റും 3 പ്രാവശ്യം വലം വയ്ക്കണം. വാഴപ്പിണ്ടികൾ കൊണ്ടും മടലുകൾ കൊണ്ടും നിലത്ത് അടിച്ച് ശബ്ദമുണ്ടാക്കി കുട്ടികളും ഇവരുടെ പിറകെ ഓടാറുണ്ട്. വീട് 3 തവണ വലം വെച്ച ശേഷം മുറവും അതിലെ സാധനങ്ങളും മറ്റും ദൂരെ ഒഴിഞ്ഞ കോണിലേക്ക് ഉപേക്ഷിക്കണം. പിന്നീട് ആ സ്ത്രീ ഒരു കുളത്തിൽ പോയി നീന്തി തുടിച്ച് കുളിക്കണം. കുളിക്കുന്നതിന് മുൻപായി ദേഹത്തിലും തലയിലും നിറയെ എണ്ണ തേക്കണം. കുറച്ചെണ്ണ ഭൂമിദേവിക്കും സമർപ്പിക്കണം. ചേട്ട അഥവാ മൂദേവിയെ അടിച്ചു പുറത്താക്കി ശ്രീപാർവതിയെ അഥവാ ശ്രീദേവിയെ കുടിയിരുത്തണം എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. മനുഷ്യ മനസ്സുകളിലെ ദുശ്ചിന്തകളും ദുഷ്പ്രേരണകളും അകറ്റി മനസ്സിൽ ദൈവവിശ്വാസം ഉണ്ടാക്കുവാനും ആത്മാവ് ശുദ്ധീകരിക്കുവാനുമാണ് ഇത് നടത്തുന്നത്. ഈ ആചാരം എല്ലാ ഗ്രഹങ്ങളിലും മുഖമുദ്രയാണ്. തുടർന്ന് നടത്തുന്ന ഭക്തിപാരായണമാണ് രാമായണ വായന. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേട്ടയാടുന്ന കർക്കിടക മാസത്തിൽ മാനസികമായ സ്വസ്ഥതയ്ക്കും ഈശ്വര സാധനയിലൂടെ ശുഭാപ്തി വിശ്വാസം സൃഷ്ടിക്കുവാനുമാണ് നാം രാമായണം പാരായണം ചെയ്യുന്നത്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ മഹാലക്ഷ്മിയെ ശ്രീഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തുന്നു എന്നതാണ് വിശ്വാസം. ഇതിൻ്റെ ഭാഗമായി വീടും മുറ്റവും അടിച്ചു തെളിച്ച് ശുദ്ധമാക്കുന്നു. കണ്ണാടി, വാൾക്കണ്ണാടി, ദശപുഷ്പം, അഷ്ടമംഗല്യം, നിറപറ, നിറനാഴി, ചാന്ത്, സിന്ദൂരച്ചെപ്പ്, കൺമഷിക്കൂട്, വെറ്റില, കളിയടക്ക എന്നിവ ഒരുക്കി വയ്ക്കും. ശ്രീഭഗവതി വീട്ടിൽ എഴുന്നള്ളി ചന്ദനക്കുറി തൊട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി പോകുന്നു എന്നാണ് സങ്കല്പം. പഞ്ഞക്കർക്കിടകം ഇതോടെ സമ്പൽ സമൃദ്ധിയുടെ മാസമായി മാറും എന്നും വിശ്വാസമുണ്ട്. വർഷം തുടങ്ങുന്നത് ഇടവപ്പാതിയിലാണെങ്കിലും മഴ പെയ്ത് ഭൂമി തണുത്ത് ജീവജാലങ്ങൾക്ക് ഉന്മേഷം വർദ്ധിക്കാൻ തുടങ്ങുന്നത് മിഥുനം അവസാനത്തോടെയാണ്.
വേനലിൻ്റെ രൂക്ഷതയിൽ നശിച്ചുപോയ വിഭവങ്ങൾ വീണ്ടും വളരാൻ തുടങ്ങുന്ന കാലമാണ് മിഥുന അവസാനം. ആദ്യം ഉണ്ടായിരുന്നവ നശിച്ച് രണ്ടാമത് ഉണ്ടാവാൻ പുറപ്പെടുന്ന പൂർണ്ണതയിലെത്താത്ത കാലഘട്ടമായതുകൊണ്ട് എല്ലാ ഭക്ഷണ വസ്തുക്കൾക്കും ഈ കാലത്ത് വളരെ ക്ഷാമമായിരിക്കും. അതുകൊണ്ടാണ് കള്ളക്കർക്കടകം എന്ന് കർക്കടക മാസത്തെ വിളിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ആ കാലത്താണ് എല്ലാ വൃക്ഷലതാദികളുടെയും മനുഷ്യ ശരീരത്തിൻ്റെയും ഉയിർത്തെഴുന്നേൽപ്പ്. മാത്രമല്ല, കർക്കടകത്തിന് മറ്റ് പല വൈശിഷ്ട്യങ്ങളുമുണ്ട്. ഓണക്കാലമായ ചിങ്ങമാസത്തിന് തൊട്ടു മുൻപിൽ വരുന്നതാണല്ലോ കർക്കടകം. ഓണം എന്ന സമൃദ്ധിയുടെ കാലമായും കർക്കടക മാസം എല്ലാവിധ ക്ഷാമങ്ങളുടെയും കാലമായി കണക്കാക്കേണ്ടി വരും. മനുഷ്യ ശരീരത്തിൻ്റെ പുനരുജ്ജീവനത്തിനും വൃക്ഷലതാദികളുടെ വളർച്ചയ്ക്കും കർക്കടക മാസം കാരണമാകുന്നു. അതുകൊണ്ടാണ് ആ കാലത്ത് നാം മരുന്നുകഞ്ഞി മുതലായവ ഉപയോഗിക്കുന്നതും കേരളത്തിലെ പ്രധാന വിളവായ തെങ്ങിൻ്റെ കട മാന്തുന്നതും. ശരീരത്തിൻ്റെ ധാതുവൃദ്ധി പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും ചുവട്ടിൽ ഇളവേരുകൾ പുറപ്പെടുന്നത് പ്രത്യക്ഷത്തിൽ കാണാവുന്നതാണ്. ജ്യേഷ്ഠ ഭഗവതിയുടെ മാസമായാണ് കർക്കിടക മാസത്തെ ആചാരപ്രകാരം പറയുന്നത്. ചിങ്ങം ശ്രീഭഗവതിയുടെയും മാസമാണ്. കർക്കിടക മാസത്തിൽ ചൊവ്വ, വെള്ളി, ഞായർ ഇലക്കറി ഉപയോഗിക്കണം എന്ന് നിഷ്ഠ പണ്ടുണ്ടായിരുന്നു. ഇലക്കറിയിൽ പത്തിലക്കറി എന്നൊന്നുണ്ട്. നാട്ടാചാരപ്രകാരം മരുന്നുകഞ്ഞി പല ഭാഗത്തും പല രീതിയിലാണ്. കഞ്ഞി കുടിക്കുന്നവർ എരിവ്, പുളി, ഉപ്പ് എന്നിവ കുറച്ചേ ഉപയോഗിക്കാവൂ. ലഹരി പാനീയങ്ങളും മത്സ്യമാംസാദികളും വർജിക്കണം. ശരീരം ശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആയുർവേദ ചികിത്സ നടത്തുന്നതിനും ഏറ്റവും യോജിച്ച മാസം കൂടിയാണ് കർക്കിടകം.